അങ്ങോട്ട് റോഡ് വീലർ ഒരു ഇതൊക്കെ നിൽക്കുന്നത് മറ്റേ പട്ടിയുടെ കണ്ണാപ്പി പട്ടിതോ ഒരു പുണ്ട താഴെ പട്ടിയാക്കാൻ പറ്റും ഈ പട്ടിയാക്കാൻ പറ്റുമോ പട്ടീനെ കൂട്ടിട്ട് പട്ടിയാ ഏതൊക്കെ പട്ടികളാ വണ്ടി വാ വണ്ടി വിട് ഇച്ചാച്ചു വിട് മന്ദാരം ചെറിയ പട്ടിയാണ് എന്നെ ആക്കാൻ പറഞ്ഞിട്ട് ആക്കിയില്ല ഇതെങ്ങനെയാളെ ഇരിക്കുന്ന എങ്ങനെയാളിയാ അതെങ്ങനെ എക്സൈറ്റഡ് ബിഗ് ഡോഗ് എക്സൈറ്റഡ് ബിഗ് ഡോഗ് ഇത് കണ്ടോ ഫ്രിസ്ബി എനിക്കൊന്നും വരുന്നില്ല മച്ചു ഉറങ്ങാൻ പറ്റത് ഇല്ല അസ്കിക്ക് മാത്രമേ ഉണ്ട് നിങ്ങൾ സ്മോൾ ഡോഗ് കളിയാ നമ്മള് ബിഗ് ഞാൻ പിന്നോല്ലേ മുതുക്ക് പട്ടി നോക്കിയാ അത് എനിക്ക് തൊപ്പിയൊന്ന് കണ്ണാടി മന്ദാര കറച്ച് പട്ടി നിങ്ങൾ ഇവിടെ നിൽക്കാണോ അവൻ ഇങ്ങോട്ട് എവിടെ എത്തി വണ്ടി വേണോ ആ റോസാപ്പൂ എടുത്ത് പട്ടി ഒന്ന് ഇങ്ങോട്ട് വന്നേ ചേച്ചിമാർക്ക് കൊടുക്കാലോ അതെ അതെ ചേച്ചി വണ്ടി എടുക്ക് ഒരു കൂട്ടം പട്ടികളുണ്ട് പെൺപിള്ളാരെക്കാട്ടിയും കൂടുതൽ പട്ടികളാണല്ലോ ഇപ്പൊ പട്ടികളെ വണ്ടിയാണ് സോറി മനുഷ്യർ ഞാൻ ഈ സന്ദർഭത്തിൽ മിസ് ചെയ്തേ ബോബേ മാമൻ ഉണ്ടായിരുന്ന കറക്റ്റ് എ ക്ലാസ് പട്ടി എന്റെ കൂടെ മറ്റൊരു ചേച്ചി ഉണ്ടോ അത് ബേബി ഞാൻ മീനാവട്ടെ കുപ്പിക്കത്തിട്ടുണ്ട് പോകുമോ എങ്ങോട്ട് പോട്ടെ ചേച്ചിയല്ല അത് ബേബിയാണ് കണ്ടക്ട് ചെയ്തല്ലേ അങ്ങ് പരിപാടി കൊള്ളാം കേട്ടാ എടാ പോപ്പ് സ്റ്റാറെ ഇത് പാർട്ടി പരിപാടിയാണെന്ന് നമ്മളോടൊരു വാക്ക് പറഞ്ഞില്ലാണ് റേഡിയോ ഇതൊന്ന് പാർട്ടി പരിപാടിയാണ് ഇത് അതല്ലേ സ്നൈപ്പ് നടത്തണ്ടടാ ഇരിക്കാറൂടാ ലൊക്കേഷൻ ഇരിക്കാറൂടാ കണ്ടുകൂടാ ഒരു പട്ടി കടിച്ചു പിടിച്ച് ഓടിക്കുന്നത് എല്ലാരും അവിടെ പെമ്പിള്ളേരെല്ലാതെ പൂൾ പാർട്ടി ബീച്ചിൽ വെള്ളത്തിൽ നടത്തുന്നുണ്ട് എല്ലാരും ഇറങ്ങല്ലേ അവനെ ആരൊക്കെ എണ്ണക്കെടുക്കണേ അതിഥി നമ്മളെ വെള്ളത്തിൽ കൊണ്ടിട്ട് അതിഥി പൂൾ പാർട്ടി വല്ലാത്ത പോയി
കണ്ടിട്ട് ഛർദിലെന്ന് പറഞ്ഞ കുരയ്ക്കുന്നു. ഇറങ്ങുമ്പോ ഒരു സിഗ്നൽ തരാ ഇതിങ്ങനെ വരാ. എവിടെ നിങ്ങള്? ഇവിടെ മറ്റേ കാറിനെ ഹലോ 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 മൈക്കില്ല. മോളെ ഒരു മാസ്റ്റർ പ്ലാൻ ആരാ? സ്നൈപ്പ്. ഒരു 3 പേരും കൂടിട്ടാണ് പ്ലാൻ. ഹലോ എല്ലാ പട്ടിയും എല്ലാരും റേഡിയോയിൽ വിളിച്ചത് ലയറയാണ്. അപ്പൊ ലയർ ഉത്തരവാദിത്തം നീയാണ് എല്ലാരെയും റേഡിയോ വിളിച്ചത്. ഒളിച്ചിരുന്ന് കടിക്കുന്നു ഇരുന്നിട്ട്. നീ മുള്ളാണോ അവിടെ? ഇപ്പോഴെങ്കിലും കേക്കാവോടാ. കേക്ക എന്താ വന്നത്? സിറ്റിയിൽ എന്താ വന്നത്? ഈ 2 വർഷം കഴിഞ്ഞ് വന്നവരൊക്കെ ഇതാരാ? ഞാൻ സക്കീറാടാ. സക്കീർ എന്ന് പറയുമ്പോ ഏത് മറ്റേ അല്ലേ? ശരി ശരി ശരി. സൂപ്പർ പാർട്ടിയായിരുന്നു. പിടിച്ചു കേട്ടാ. ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയി എന്നെയും കടിച്ചടാ. എന്തൊരു പാടാവാനായിട്ട് എന്തിനാ ഇനി നമ്മളെന്ത് ചെയ്ത്? ഒരു ബാഡും ആയില്ലേ? നിങ്ങൾക്കാണ് ഇതിപ്പോ പ്രശ്നമായത്. ഇതൊക്കെയുണ്ട് പരിപാടി. അവര് റോഡ് ഫുഡിന് പറഞ്ഞിട്ടാണ് ഫുൾ പാർട്ടി രീതി പറഞ്ഞത്. ചുമ്മാ ഇതൊക്കെ ചുമ്മാ പറയുന്നത്. അതാണ് പ്രശ്നം. ഈ പരിപാടി അണ്ണെന്ത് പറയുന്നു? എന്നെ ഒന്ന് എടുത്തോണ്ട് പോയി ഞാൻ ഇതിന്റെ അടുത്ത് കാണത്തു പോലും ഇല്ല. പട്ടിനെ പൊക്കി ഞങ്ങള് കൂടെ ഉള്ളത്. മനസ്സിലായില്ല. അപ്പൊ കുറച്ച് ബാക്കിലോട്ട് വന്ന് വലിച്ചിട്ട് ഇങ്ങോട്ട്. മനസ്സിലായില്ല. ഞാൻ പട്ടിയിൽ നിന്ന് മാറി മനുഷ്യരിലേക്കായോ? പെട്ടി പൊട്ടി എന്റെ പ്രസംഗമുണ്ട്.
ബോബേടാ നാളെ ഇതിന്റെ അപ്പുറം കിടിലം പരിപാടി നടത്തോളിയാ. ഇതിന്റെ അപ്പുറം ബീവിക്കയുടെ പരിപാടി എന്താണ് നാളെ കാണിച്ചു കൊടുക്കടാ. ഇന്ന് ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് പെമ്പിള്ളാർക്കൊക്കെ നാളെ എന്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കാണിച്ചു തരാം അളിയാ. അതാ അതല്ലല്ല, ഇന്ന് ഈ വെള്ളത്തിൽ കൊണ്ടിട്ട് പെമ്പിള്ളാർക്ക് വേണ്ടി നാളെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന പരിപാടി നമ്മൾ കാണിച്ചു കൊടുക്കാം അളിയാ. അളിയവാ എടോ നിർത്ത്, ഇതൊക്കെ റിപ്രസ് അടിച്ച് പോ. അളിയ ഈ പ്രാവശ്യം മാസമാവണം, പിന്തുണ ഇതൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയണം, മനസ്സിലായോ? ഞാനാരും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ ഇനി സ്ഥാനാർത്ഥിയായിട്ട് ഇരിക്കുന്നത് പറയാം. അളിയ നീ കഴിഞ്ഞിട്ടുള്ള തൊട്ട് താഴത്തെ ഇതിന്റെ പേരെന്താ? ഇതിന്റെ പേരെന്താ? എടാ മെയിൻ അണിയല്ലേ? എടാ ഒന്ന് ഇത് പറഞ്ഞടാ, അണ്ണൂന്റെ നമ്പർ എന്ന് പറഞ്ഞേ. പെമ്പിള്ളാര് നാളെ ആരും പാടാണോ? പോവേ നേർക്ക് നേരെ ഇവിടെ ഉണ്ട് ആള്. ഓ പറയണ്ട പട്ടിയായിട്ട് വന്ന് നമ്മളെ കൂടെ എന്നുള്ളൊരു മാത്രം മറ്റന്മാർ വേറെ ഒറ്റ വില്ലുമാനെ കേട്ടില്ല. ഞാനും സംസാരിക്കുന്നത് നിങ്ങളൊന്ന് മാറി നിക്കണം എല്ലാരും. നമ്മൾ മിണ്ടത്തില്ല. ബോബെ സോഫ്റ്റ് ആവരുത്, മനസ്സലിയരുത്. സോറി കണ്ടോളല്ലോ എങ്ങനെ പോയില്ല അവർ കേൾക്കും. പിന്നെന്താണ് പിൻവലിഞ്ഞ പൈസ ഇപ്പൊ നമ്മളൊന്ന് ഒതുങ്ങിപ്പോയപ്പോ നമ്മളൊന്നും ചെയ്ത് ഈ സ്നൈപ്പും ഇറ്റാച്ചിയും പറയുന്ന ഈ സ്നൈപ്പും ഇറ്റാച്ചിയും കൂടെ ഒപ്പിച്ച പണിയാണിത്. അപ്പൊ ഞാൻ പകുതിക്ക് വഴിക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ആക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി പറയുന്ന കേക്ക് ബോബേ, ഞാൻ പറയട്ടടാ. എനിക്ക് സംസാരിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷെ യൂത്ത് എടാ പറയുന്ന കേക്കടാ ഒന്ന്. അപ്പം ഇത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാധനം വന്ന സമയത്ത് ഇവര് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഇപ്പൊ ഞാൻ കരിയർ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഇവരെ ഞാൻ ഡീൽ ചെയ്ത് നിർത്തുന്നത്. ഇനി പോകൂ പറ മോനെ. ചേട്ടാ ഞാൻ ഇതെല്ലാം നിർത്തി ചേട്ടന് വേണ്ടി ഞാൻ എന്റെ അടുത്ത് ആര് വന്നിട്ട് തുടങ്ങടാ ജയിക്കും പിന്തുണയും കോപ്പൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞ എന്റെ കൂടെ ഉള്ള എന്റെ മത്സരിക്കില്ലെന്നാണ്. പക്ഷെ ഇപ്പൊ ഇതെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണിക്കണം. എന്ത് കാണിച്ചേ? നമ്മളെ വെടിവെച്ച് കൊല്ലുന്നു, നമ്മളെ വിളിച്ച് ആ ഒരു പട്ടിയെ വെടിവെച്ചില്ല, അതൊരു ബുള്ളറ്റ് മിസൈലിന്റെ ചങ്കാണ്. ഒരു ചങ്കത്ത് ഞാൻ കാര്യം പറയട്ടെ ബോബേ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ബോബേ, നമുക്ക് ഈ ഇലക്ഷന് വേണ്ടിയിട്ട് നമുക്ക് അണിചേരാം. ചേട്ടാ ഞാൻ അസ്വസ്ഥനാണ് കേട്ടോ, സത്യം. നോ പറയാൻ ഈ ജനറേഷന് മടിയാണ്. നോ പറയാൻ ഈ ജനറേഷൻ മടിയാണ്. അണിചേരുവാന്ന് സമ്മതിച്ചു ഒരാൾക്ക് താല്പര്യമില്ല അയ്യേന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം നോന്നാണ്. ഞാൻ ഇനി ഇതായി കഴിഞ്ഞാലേ ഓൾറെഡി എന്റെ കൂടെ വന്നവരൊക്കെ ഒരുപാട് വിഷമിച്ചേട്ടാ. ഞങ്ങൾ ഇത് നിങ്ങളുടെ ഒരു പരിപാടി വന്നപ്പോ ഒന്ന് കൊഴുക്കട്ടെ എന്ന് ആലോചിച്ച് നമ്മൾ വന്നതാണ്. വന്നപ്പോ തല്ലും ബഹളവും അടിയും കൊലപാതകവും ലൊക്കേഷൻ പോലും കൊടുക്കുന്നില്ല. കണ്ണാപ്പിയൊക്കെ പട്ടിയുടെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ കണ്ണാപ്പിയൊന്നും നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ കയറി കടിച്ചു കഴിഞ്ഞാൽ പട്ടിയുടെ ചന്തിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും പിടിച്ച് ഓമനിക്കും. ചേട്ടാ എനിക്ക് ഇപ്പൊ സത്യം പറയല്ലോ, എനിക്ക് ചേട്ടന്റെ അടുത്തൊരു വിലയുണ്ട് കേട്ടാ. ആക്കി വെച്ച് എല്ലാരുടെ അടുത്തൊരു വിലയുണ്ട്. പക്ഷെ നമ്മളുടെ തിരിച്ചില്ലല്ലോ കേട്ടോ, ആർക്കും ഇല്ല കേട്ടാ. നമുക്ക് അണിചേരാൻ പോവേ. അണികളുമായിട്ട് ആലോചിക്കണം. എന്റെ പൊന്നു ബോബേ, അണികളുമായിട്ട് ആലോചിക്കുന്നത് അതൊക്കെ വേറെ. ഇനി ബിബിക്കൊക്കെയാണോ ഫാൻസ്?
ഇല്ലേട്ടാ തീരുമാനം ഫൈനൽ എന്തായാലും എങ്ങനെയായിരിക്കും. പക്ഷെ എനിക്കൊന്ന് അവരുമായിട്ടൊന്ന് ചർച്ച ഒരു ചെയ്യണം ചേട്ടാ. ഒരു ബോട്ട് ഒരു ഇതിട്ടടാ, ഒരു പോള കിട്ടടാ. ആടാ അപ്പൊ ഒരു സിഗരറ്റ് അടിക്കട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ബോബി എന്നാ ബോബി എന്നേ ബോബേ ഓരോ അണിചേരൽ നിക്കുവാണെങ്കിൽ അളിയാ ഞാൻ നിർത്തുകയാണ്. വള്ളി തീസി ഇറങ്ങുവാണ് അളിയാ. അളിയാ പട്ടി അടിച്ചു കൊല്ലുന്നതാണ് അളിയാ. അവിടെ അടിച്ചു പട്ടി അടിച്ചു കൊല്ലുന്നതാണ് ഇതാണ് നമ്മളെ കംബാക്ക് മൂവ്മെന്റ്. അളിയാ ഞാൻ പറഞ്ഞേ ഇത്രയും നാള് നമ്മൾ പിന്മാറുന്ന നമ്മള് തറലോളം തറയായി, പട്ടി വരെയായി. അളിയാ ഞാൻ പറയട്ടെ, അണ്ണു ഒന്ന് പേടിച്ച്. നീ ശ്രദ്ധിച്ചോ? നീ ഒന്ന് കൂടെ നിക്കുന്ന പറഞ്ഞൊന്ന് പേടിച്ചണ്ട്. അത് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഞാൻ അസ്വസ്ഥനാണ്. എന്റെ കൂടെ ഉള്ളവരെ അതല്ല അളിയാ, നീ ഒന്ന് ആലോചിച്ചാളി. ഇത് എന്താണ് അളിയാ? ഇത് എന്ത് പരിപാടിയായിരുന്നു നീ എന്ന് വെച്ചേ? അതല്ല ഞാൻ എടാ അളിയാ ഞാൻ പറട്ടെ, അണ്ണൂര് മനസ്സിലായിക്കോണം. അണ്ണു ഈ വൈകുണ്ഠപുര സിനിമയെ കണ്ടല്ലേ, ഒരാൾ അയ്യേ വേണ്ട എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്നാണ്. അണ്ണൂനത് മനസ്സിലാക്കി പൊക്കൂടെ? നിനക്ക് മോത്ത് നോ പറയാൻ പഠിക്കണം. അളിയെ പോയി പറയണേ നോന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അണി ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ അണികളോട് ചോദിച്ചിട്ട് നിനക്കൊരു കാര്യം അറിയാം. നിനക്കൊരു കാര്യം അറിയാം, ഇവിടെ BVK ഓർ JDP എന്ന് പറഞ്ഞ പോളിട്ടെ 82% BVKക്ക്, വെറും 18% JDPക്ക്. എനിക്കിതൊക്കെ അറിയാളിയാ. ഞാൻ പിന്നെ പറഞ്ഞില്ലേ നമ്മൾ ആ ഒരു കൺസേൺ ഇല്ലാണല്ലേ. പക്ഷെ അവർക്ക് അളിയാ ഇപ്പൊ അണ്ണൂന്റെ അളിയാ ഞാൻ ഒരു BGM ഇട്ട് അണ്ണൂന്റെ മുഖത്ത് നോക്കി അങ്ങ് പറയളിയാ അണി ചേരാൻ താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാനറിയാ ഇവരുടെ അടുത്ത് പോയി അണ്ണന്റെ അടുത്ത് ചോദിച്ചറാ. ഞാൻ അണ്ണന്റെ യൂത്ത് വിങ് എന്നുള്ള പേരിലാണ് ഇവിടെ തുടങ്ങിയത്. പക്ഷെ അണ്ണന്റെ കൂടെ ഉള്ളവർ അതൊന്നും ഇതാക്കണില്ലാന്നപ്പോഴത്തേക്കും അപ്പൊ അന്ന് എന്റെ അടുത്ത് ഇങ്ങനെ യൂത്ത് വിങ് ഒന്നും ഇല്ലടാന്ന്. എന്നിട്ട് ഇന്ന് വിളിച്ചപ്പോ പറഞ്ഞെന്ന് വെച്ചറിയോ, ഞാനല്ല സെറ്റ് ചെയ്തത്, എന്റെ യൂത്ത് വിങ് പിള്ളേരാണ്. അളിയാ ചങ്ക് തകർന്നല്ലേ ചങ്ക്. അളിയ ഞാൻ ഒരു കാര്യം പറട്ടെ, ഞാൻ പോട്ടെ മറ്റേ ഇല്ല പാട്ട് എടുത്തിട്ട് വരാം. അരിതമിവിലെ ജനമടിയിലെ അമ്പരസര അതെടുത്തിട്ട് വരാം. നീ അണ്ണന്റെ മുഖത്ത് നോക്കി താല്പര്യമില്ല, ഞാൻ BVK ഒറ്റയ്ക്ക് പോകുന്ന പറഞ്ഞാൽ ഞാൻ ഈ ബീച്ച് വിടുന്നു, നടക്കുന്നു. നമ്മൾ നടന്നു പോകുന്നു. അരിതമിവിലെ എടാ ആ പാട്ടിന്റെ പേരെന്താണ്? PP ശശി. ആട് PP ശശി ഉണ്ടറിയില്ലേ? ആട് PP ഒമ്പോ എന്ത് സാധനല്ലേ? ഇതിട്ട് കഴിഞ്ഞ ഇപ്പൊ കത്തും കേട്ടാ. BVKയുടെ ഗ്രാഫ് മേളിലോട്ട് ഉദിക്കാൻ പോവാ. ഇതിട്ട് കഴിഞ്ഞ BVKയുടെ ഗ്രാഫ് മേളിലോട്ടാ. നീ മാറ്റിയെടുത്ത് പാർട്ടിക്കാരിയാ വേണേ പാർട്ടിയിലുള്ളവരെ വിളിച്ചോളാൻ പറ. നമുക്ക് സംസാരിക്കാനാണ്. ഇല്ല ഞാൻ സംസാരിക്കുന്നില്ല, അവനായിരിക്കും സംസാരിക്കുന്നത്. ബോബെങ്ങനെ പഞ്ചഡയിലോക്ക് അടിക്കണം. പഞ്ചഡയിലോക്ക് അവിടെ കൊണ്ട് മൂട്ടിക്കൊണ്ട് ഇറക്കിയല്ലോ. കോൺഫിഡൻസ് കാര്യമാണ് ചേട്ടാ. അതെ കേട്ടോ നമ്മളെ ഡ്രസ് ഒന്ന് മാറ്റാൻ പറ്റിയിരുന്നെങ്കിൽ. പ്ലാൻ ചെയ്തിട്ട് ഡ്രസ് അല്ലേ ചേട്ടാ. ചേട്ടാ നമ്മള് BVK ആരോടാണ് ചെയ്യുന്നില്ല ചേട്ടാ. നിർത്തിയല്ലേ പിന്നെ എന്തോ റീസ്റ്റാർട്ട് ചെയ്തു. പെട്ടി തുറക്കാൻ പോവാ. നിങ്ങളുടെ അണികളൊക്കെ നമ്മളത് കാണിക്കുന്ന ഭയങ്കര മോശമായിട്ടാ. അടിച്ചില്ലായിരുന്നു, അടിച്ചിപ്പിടിട്ട് പട്ടിയെ പോലെ. നിങ്ങൾ എന്തേലും കാണിക്കടി. ഈ സെന്ററിൽ നടക്കണ നമ്മള് BVKയില് സിറ്റി ഭരിക്കണം. സിറ്റി BVK ഭരിക്കണം.
അത് ഞാനൊരു കാര്യം കിട്ടും കണ്ണാപ്പി പെട്ടി പൊട്ടിക്കണം. അതെ പറ. ബിവികേനെ പെട്ടി പൊട്ടിക്കണം. ബിവിക്കടെ പെട്ടി പൊട്ടിക്കാം. പാളിയ തോറ്റാലും ജയിച്ചാലും നമ്മള് സെറ്റ് ആക്കും. ആളിയാ നമ്മള് തോറ്റാലും നീ ഒന്ന് ആലോചിച്ച് പോവേ. എടാ നീ എത്ര വന്നിട്ടൊരു ഒരാഴ്ച ആവുന്നേ ഉള്ളു. ഒരാഴ്ച നിനക്കുണ്ടായ സപ്പോർട്ട് നീ ഒന്ന് ആലോചിച്ചേ. ബിവിക്കാണ് സപ്പോർട്ട്. നീ ഒന്ന് ആലോചിച്ചളിയാ. അളിയാ ഞാനത് എന്റെ കതറൂരി വെച്ചോണ്ടല്ലേ അളിയാ. എന്റെ കതറ് എടുത്തിട്ട് കഴിഞ്ഞാലേ അളിയാ പഴയ SFI കാരനെ ഇളകും. അളിയാ അളിയാ എനിക്ക് പിന്നെ ഇങ്ങനത്തെ തോന്നിയ ദിവസം കാണിച്ചാൽ അളിയാ മറ്റേ ഭഗവത്ഗീതയും ബൈബിളും ഒക്കെ എടുത്ത് ഞാനങ്ങ് ഉത്തരത്തി വെക്കും. പിന്നെ അല്ല ഞാന് നീ ഇത് കിട്ടിയ ഏത് ബിജെപി കിട്ടെ ഞാൻ ഈ സാധനം കിട്ടും. ഏത് സാധനം? ബിജെപി ഞാൻ നിന്നെ കാണണ്ടല്ലേ. ബേബി ഒന്ന് ഫ്രണ്ടിൽ മാറി. ഇതാണോ? എടാ സ്നൈപ്പ് വിറ്റാച്ച് കാണിക്കുന്ന പരിപാടി ഇതാ. നേരത്തെ എന്തോ പണിപാടി അറിയോ? നീയൊക്കെ അവിടെ കൊണ്ട് ഇറങ്ങിട്ട് കടിച്ച് കീറാൻ പ്ലാൻ ചെയ്തില്ലേ? എനിക്ക് കടിക്കാൻ ശക്തിയില്ല കോപ്പ്. എനിക്ക് ഉറക്കാനേ പറ്റൂ.